ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഷ്കാസ് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് റവ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. അപ്പം പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടാണ് നമുക്ക് ഈ പലഹാരം കിട്ടുന്നത്. അപ്പോൾ ശരി, വേഗം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പലഹാരത്തിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇതിലേക്ക് 1/4 കപ്പ് മൈദയും കൂടി വേണം. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/2 ടീസ്പൂണിൽ താഴെ മാത്രം ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂണിൽ താഴെ മാത്രം ഉപ്പും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തൈര് എടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഈ മാവൊക്കെ ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും ഒരല്പം മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ ഇനിയൊന്ന് വെള്ളത്തിലേക്ക് മുക്കിയ ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വലുതായി ഷേപ്പ് ആക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ തന്നെ കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിന് നല്ലൊരു ബോണ്ടയുടെ ഷേപ്പ് വരും. അപ്പോൾ ഇത് നമുക്ക് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട പോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.